സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി കയറുന്നു. ഇത് സാധാരണക്കാർക്കും സമ്പന്നർക്കും എല്ലാവർക്കുമുള്ള പരാതിയാണ്. ഈവൻ ബിസിനസ്സുകളുടെ പോലും പരാതിയാണ്. സാധനങ്ങളുടെ അഥവാ റോ മെറ്റീരിയലിന്റെ പ്രൈസ് കൂടിയാൽ സ്വാഭാവികമായും അവരുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടേണ്ടി വരും. അത് ബിസിനസ്സുകാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. ചുരുക്കത്തിൽ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ന് നമുക്ക് 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ നാളെ ആ വിലയ്ക്ക് കിട്ടാതെ വരിക. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ 1000 രൂപ കൊടുക്കേണ്ടി വരിക, 700 രൂപ കൊടുക്കേണ്ടി വരിക. ഈ ഒരു അവസ്ഥയെ, പണത്തിന് മൂല്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ബാധിക്കുന്നത്? വെറുതെ പണം വെച്ചാലും ആ പണത്തിന്റെ മൂല്യം കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് ആ പണം കൊണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരും എന്നതാണ് ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ 2024 ഇൻഫ്ലേഷൻ 5.5% ആയിരുന്നു എന്നാണ് നമ്മളെ എക്കണോമിക് ഡാറ്റ പറയുന്നത്. അപ്പോ ഇൻഫ്ലേഷൻ 5.5% എന്ന് പറയുമ്പോൾ 1,00,000 രൂപ വെറുതെ ഇരുന്നാൽ പോലും ഈ പറഞ്ഞ 5.5%ന്റെ വാല്യൂ അതിന് കുറയുന്നുണ്ട്. അത്രയും കുറഞ്ഞ കാര്യങ്ങളെ അടുത്ത വർഷം നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. 2025ലും ഇൻഫ്ലേഷൻ 5ന് മേലെ തന്നെ ആയിരിക്കും എന്നാണ് വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാവുന്ന, ഇപ്പൊ നമ്മൾ ബാങ്ക് എഫ്.ഡി ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് എഫ്.ഡി എപ്പോഴും ഏകദേശം ഈ ഒരു ഇൻഫ്ലേഷൻ റേറ്റിന് അടുത്ത റേറ്റിൽ തന്നെ ആയിരിക്കും ഇപ്പൊ ഉണ്ടാവുക. ഒരു 6.5% ഒക്കെ നമുക്ക് ബാങ്ക് എഫ്.ഡിയിൽ നിന്ന് കിട്ടിയാൽ പോലും അതൊരിക്കലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാവുന്ന, ലോങ് റണ്ണിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല ശരിക്കും എഫ്.ഡി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സുരക്ഷിതമായി നമുക്ക് ഗവൺമെന്റ് സംവിധാനം ചെയ്തു തന്ന ഈ രാജ്യത്തുള്ള അല്ലെങ്കിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ഒരു ഇക്കോസിസ്റ്റമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പല നിലക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. എസ്.ഐ.പി ആയിട്ട്, അഥവാ എല്ലാ മാസവും ഒരു നിശ്ചിത തുക സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ലംസമായിട്ട് ഒരുമിച്ച് 2 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയൊക്കെ ഒരുമിച്ചൊരു തുക നമ്മുടെ കയ്യിൽ വരുന്നു, അത് നേരെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലായാലും ശരി, ഇൻഫ്ലേഷൻ എന്ന ഒരു പ്രതിഭാസത്തെ നേരിടാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേ മതിയാകൂ. ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരിക്കലും നമുക്ക് ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ അഥവാ മറികടക്കാൻ സാധ്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ ചോദിക്കും, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്ന്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് അറിയില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം, ഈ മേഖലയിൽ ഒരുപാട് വിദഗ്ധരായ ആളുകൾ, ഒരുപാട് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ സെബി രജിസ്റ്റേർഡ് ആയ അഥവാ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ പൊതുജനങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിലെ മാനിപ്പുലേഷൻ അഥവാ അവിടെ നടക്കുന്ന ചതികളെ നിയന്ത്രിക്കാനുമായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഫോം ചെയ്ത ഒരു ബോഡിയാണ് സെബി എന്ന് പറയുന്നത്. അപ്പോ ആ സെബിയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമുള്ള ഇത്തരം കമ്പനികൾ, പ്രൊഫഷണലുകൾ, അവരെ നമ്മൾ സമീപിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല മാർഗം. ഒരു കാരണവശാലും ഇത്ര രൂപ തന്നാൽ ഗ്യാരണ്ടിയായി ഇത്ര രൂപ ഞങ്ങൾ തിരികെ തരാം, അല്ലെങ്കിൽ ഇത്ര രൂപ ഇട്ട, ഈ അടുത്തുകൂടി ഞാൻ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടേ ഉള്ളൂ. 30%, 3 മാസം കൊണ്ട് 30% കൊടുക്കാമത്രേ. എത്ര വലിയ അബദ്ധമാണ് ശരിക്കും. ഒരുപാട് ആളുകൾ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട്. എത്രയൊക്കെ അബദ്ധങ്ങൾ പറ്റിയാലും സ്കാമിൽ വീണാലും വീണ്ടും വീണ്ടും, പ്രത്യേകിച്ച് മലയാളികൾ, വലിയ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം സ്കാമുകളിൽ, അത്തരം മോഹന വാഗ്ദാനങ്ങളിൽ നമ്മുടെ പണം നഷ്ടാകുന്നത്. പക്ഷെ വളരെ ലളിതമായി, റിയലിസ്റ്റിക് ആയി നമ്മളൊരു പണം നിക്ഷേപിക്കുമ്പോൾ ആലോചിക്കണ്ടേ ഇത് എങ്ങനെയാ അവർക്ക് തരാൻ പറ്റുന്നതെന്ന്? നമ്മുടെ നാട്ടിലെ ഒരു ബിസിനസ്സുകാരനെ ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹത്തോട് ചോദിക്കൂ, നിങ്ങൾക്ക് എത്ര ശതമാനം ലാഭമുണ്ട്? അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രസിദ്ധമായ കമ്പനികളുടെയൊക്കെ ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കൂ. അവർക്ക് എത്ര പെർസെന്റേജ് ആണ് റിട്ടേൺ കിട്ടിയത്, ROI ഓൺ ദെയർ ക്യാപിറ്റൽ, അവരുടെ മുടക്ക് മുതലിന് എത്ര പെർസെന്റേജ് ലാഭം കിട്ടിയെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന 200-300% നമ്മുടെ നാട്ടിലെ ലാഭം എന്ന് പറയുന്നത്. എന്നിട്ട് അതിലൊക്കെ നിക്ഷേപിക്കാൻ, കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കാൻ ആളുകൾ തയ്യാറാകുന്നു എന്നത് വലിയ ദുഃഖകരമായൊരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ആദ്യം കുറച്ചു കാലം പൈസ കൊടുക്കും, പിന്നീട് ആ പൈസ പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അത്തരം സ്കാമുകളിൽ നമ്മൾ പോയി പെടാതിരിക്കുക. ആദ്യം കുറച്ചു കാലം പണം കിട്ടുന്നെങ്കിൽ അത് വെറും മണി റോളിംഗ് മാത്രമാണ്.
ആദ്യം വന്നവർക്ക് അവസാനം വന്നവരുടെ പണമെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന വെറും മണി റോളിംഗ് മാത്രമാണ് നടക്കുന്നത്. അവിടെ ഒരു പ്രോപ്പർ ബിസിനസ് ഇല്ല. അവിടെ കൃത്യമായ ഒരു വിഷനോ, ഒരു പ്ലാനോ ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കൾ, ഒരിക്കൽ പോലും ഹൈ റിട്ടേൺ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചതിക്കുഴികളിലും ചെന്ന് പെടാതിരിക്കുക. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ നഷ്ടമില്ലേ എന്ന് ചോദിക്കും. നഷ്ടമുണ്ട്. നഷ്ടമില്ലാതെ ലോകത്തൊന്നുമില്ലല്ലോ. എല്ലാത്തിലും ഒരു റിസ്ക് ഉണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്ന വീടിന് പോലും ഒരു റിസ്ക് ഉണ്ട്. ഏത് സമയത്തും എന്തും സംഭവിക്കാം. ഇത്തരത്തിലുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ വേണം നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനെ സമീപിക്കാൻ. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപങ്ങൾ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. മുമ്പൊരു വീഡിയോയിൽ നമ്മൾ ഡൈവേഴ്സിഫിക്കേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും എല്ലാ സമ്പത്തും കൂടി ഒറ്റ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റിൽ നിക്ഷേപിക്കരുത്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ? കുറച്ച് ഇക്വിറ്റിയില്, കുറച്ച് ഡെറ്റില്, കുറച്ച് ഗോൾഡില്, അങ്ങനെ വിവിധ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്ട്രുമെന്റുകളിലേക്ക് നമ്മൾ കൃത്യമായി അതിനെ ഡൈവേഴ്സിഫൈ ചെയ്യും. അത് ആ വ്യക്തിയുടെ ഏജ്, അതുപോലെ അദ്ദേഹത്തിന്റെ റിസ്ക് അപ്പറ്റൈറ്റ്, അദ്ദേഹത്തിന് ആകെയുള്ള വെൽത്ത് എത്രയാണ്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറ്റുന്ന സ്ഥലങ്ങളിൽ, അതിന് പറ്റുന്ന ഇടങ്ങളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്തരത്തിൽ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സംശയത്തിനും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളിൽ തൽപരരായ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.